പത്തനംതിട്ട കൊടുമൺ EMS സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സിന്തറ്റിക് ട്രാക്കാണ് ഈ ഒരു സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത. ഇത് കിഫ്ബി പദ്ധതി ഉപയോഗിച്ചാണ് ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായും ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് കിഫ്ബി പദ്ധതി മുൻനിർത്തിയായിരിക്കും ഈ മണ്ഡലത്തിൽ പ്രചരണം നടത്തുക എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ തോമസ് ഐസക് ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കിഫ്ബി പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ കായിക താരങ്ങളുടെ ഒരു ക്യാമ്പ് ആരംഭിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് ഡോക്ടർ തോമസ് ഐസക് എത്തിയത്. സർ, ഈ കിഫ്ബി പദ്ധതിയെപ്പറ്റി അനുകൂലമായും പ്രതികൂലമായും ധാരാളം വാദഗതികൾ വരുന്നുണ്ട്. അങ്ങ് ഈ സ്റ്റേഡിയത്തിൽ നിന്നും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമ്പോൾ എന്ത് മനസ്സിൽ തോന്നുന്നു? ജനങ്ങൾക്ക് പ്രതികൂലമായ ഒന്നുമില്ല. UDFനാണ് പ്രതികൂലമായ ചില ചിന്ത, BJPക്കും. ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഇന്ന് ഞാൻ ചോദിച്ചത്, ഈ സ്റ്റേഡിയം അതിയെപ്പറ്റാണോ? വേണ്ടിയിരുന്നോ? ഒരുപക്ഷെ 10 വർഷങ്ങൾക്ക് മുമ്പ് സിന്തറ്റിക് ട്രാക്ക് എന്നുള്ളത് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് അന്യമായിരുന്നു. എന്റെ ചോദ്യം, സാധാരണഗതിയിൽ കിഫ്ബി എന്നൊരു പദ്ധതി ഒഴിച്ചു നിർത്തിയാൽ സർക്കാരുകളുടെ സാധാരണ ബജറ്റ് ഉപയോഗിച്ച് ഇത്തരം സ്റ്റേഡിയങ്ങൾ എത്ര കാലം കൊണ്ട് കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും? അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ചെയ്ത കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ബഡ്ജറ്റിൽ നിന്നാണ് മുഴുവൻ പണം എടുക്കുന്നതെങ്കിൽ ഒരു 25 വർഷം വേണം. സംശയം വേണ്ട. അങ്ങ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇക്കാര്യങ്ങളായിരിക്കുമോ കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും? ഞാൻ പറയാം, നമുക്കിതൊക്കെ വേണോ? ഈ സ്റ്റേഡിയത്തിന് മുന്നുള്ള റോഡ് എന്തൊരു തകർപ്പൻ റോഡാ വരണേ. ഇതൊക്കെ വേണ്ടിയിരുന്നോ? ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയും വേണം, ഇനിയും വേണമെന്നാ പറയാ. അപ്പൊ നമ്മള് പറയും ഇത് പൊളിക്കാൻ നടക്കുന്ന സെറ്റുണ്ട്. അവർ ED ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ED പേടിയുണ്ടോ ശരിക്കും? അതിൽ അവര് വരട്ടേന്ന് നോട്ടീസൊക്കെ ഇലക്ഷൻ കാലത്ത് വരട്ടെ. ഇതെങ്ങനെയാണ് ക്യാമ്പയിന്റെ ഭാഗമാക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. അനിൽ ആന്റണിയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. അങ്ങ് ആ ഒരു എതിരാളിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നല്ല എതിരാളി AK ആന്റണിയുടെ മകനല്ലേ. PC ജോർജ് പറഞ്ഞത് അനിൽ ആന്റണിയെ ചിലപ്പോൾ താൻ പരിചയപ്പെടുത്തേണ്ടി വരുമെന്നാണ് മണ്ഡലത്തിലെ ആളുകൾക്ക്. അതിലൊക്കെ ശരിയുണ്ട്. അപ്പോൾ അത് PC ജോർജ് പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ മുതൽ കേട്ടപ്പോ മുതൽ ഈ കുമ്മനുമില്ല, നമ്മുടെ ശ്രീധരൻപിള്ളയില്ല, PC ജോർജ് ഇല്ല. ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു സ്ഥാനാർത്ഥി എങ്ങനെ ഈ മണ്ഡലത്തിലേക്ക് കയറി വന്നത്? ഇതിന് പിന്നിൽ വേറെ വല്ലതും ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. കുറച്ചു ദിവസത്തിട്ട് വരുമെന്ന്. എങ്കിലും അങ്ങ് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അല്ലെ? പൂർണ്ണമായിട്ടും. എന്തിന് അല്ലാതെ ഇരിക്കണം? നല്ല തകർപ്പൻ ചെയ്യുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഈ കിഫ്ബി ഇല്ലാതെ കേരളത്തിൽ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും? അങ്ങ് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? കേസ് കണക്കല്ലേ, ആ കേസിന്റെ വിധി വരട്ടെ. അല്ലെങ്കിലും കിഫ്ബി അനന്തമായിട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ലിമിറ്റുണ്ട്. സർക്കാർ കൊടുക്കുന്ന പണം കൊണ്ട് ദീർഘനാളിൽ റീപേയ്മെന്റ് സാധ്യത എത്ര എടുക്കത്തുള്ളൂ. അപ്പൊ അവര് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കത്തുള്ളൂ. ഇപ്പം മുന്നിലുള്ള പ്രശ്നം പ്രഖ്യാപിച്ചിരിക്കുന്ന 80,000 കോടി എത്രയും പെട്ടെന്ന് നടപ്പാക്കി തീർക്കാന്നുള്ളത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച അങ്ങ് വരും ദിവസങ്ങളിൽ കിഫ്ബി പദ്ധതി, ആ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾ, ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും കൂടുതൽ പ്രചരണം നടത്തുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിയാണോ? ഇവിടെ ഓരോ കിഫ്ബി നിർമ്മിതിയുടെ അവിടെയും ബോർഡ് ഉണ്ടാവും. ജനങ്ങൾ ആഘോഷം കൊണ്ടുപോയി സ്ഥാപിക്കുന്നത്. ആര് വേണമെങ്കിൽ തർക്കിക്കാൻ പറയട്ടെ, ഇത് വേണ്ട, ഇത് കടുത്തതായിപ്പോയി, ഇത്രയും വലിയ നല്ല റോഡോ, ആർക്കാണ് ഇത്ര ധൃതി എന്നൊക്കെ പറയുന്ന കക്ഷികളാരുണ്ടെങ്കിൽ വരട്ടെ. ഏതായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾ, പാലങ്ങൾ, ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ, ഇക്കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം തന്നെ UDFും NDAയും കിഫ്ബി പദ്ധതികളുടെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഡോക്ടർ തോമസ് ഐസക്കിനെ നേരിടുക. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.